നമസ്കാരം. മൂവാറ്റുപുഴയിലെ ഇന്നത്തെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ഡേറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. പൊട്ടിപ്പൊളിഞ്ഞ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ റോഡ് വലഞ്ഞ നൂറുകണക്കിന് രോഗികൾ. റോഡ് ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യം. AKCA വാഹന പ്രചരണ ജാഥയ്ക്ക് 26-ന് മൂവാറ്റുപുഴ സ്വീകരണം നൽകും. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്കും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും എതിരെയാണ് സമരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയം. UDF വിജയത്തിൽ മൂവാറ്റുപുഴയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ഉദ്ഘാടനം ചെയ്ത നഗരസഭാ ചെയർമാൻ PP എൽദോസ്. ആലിഫ് അറബിക് ഭാഷാ ക്ലബിന്റെ ഉദ്ഘാടനം നടത്തി. പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഉദ്ഘാടനം നടത്തിയത്. ജില്ലാ മുസ്ലിം എഡ്യൂക്കേഷൻ ഇൻസ്പെക്ടർ ഷറഫുദ്ദീൻ ടി ഉദ്ഘാടനം ചെയ്തു. നവാഗതരായ വിദ്യാർത്ഥികൾക്ക് ഉജ്ജ്വല സ്വീകരണം ഒരുക്കി നിർമ്മല കോളേജ്. PG കോഴ്സുകളിൽ അഡ്മിഷൻ നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ചന്ദനത്തൈകൾ നൽകിയാണ് വരവേറ്റത്. ക്യാമ്പസിന്റെ വിവിധ ഇടങ്ങളിൽ ചന്ദനോദ്യാനം നിർമ്മിക്കും. മഞ്ഞളൂർ പഞ്ചായത്തിൽ ഓണക്കരി നിറപ്പൊലിമയ്ക്ക് തുടക്കമായി. കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിലാണ് പദ്ധതി. CDS തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. വർഷങ്ങളായി ടാറിംഗ് നടത്താതെ പൊട്ടിപ്പൊളിഞ്ഞ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ റോഡ്. ദിനംപ്രതി നൂറുകണക്കിന് രോഗികളെത്തുന്ന ആശുപത്രിയിലാണ് ഈ ദുരവസ്ഥ. പൊട്ടിപ്പൊളിഞ്ഞ് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ റോഡ്. പലവിധ രോഗങ്ങളാൽ വലഞ്ഞ ആശുപത്രിയിൽ എത്തുന്ന രോഗികളാണ് കുണ്ടിലും കുഴിയിലും പെട്ട് വലയുന്നത്. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയുടെ പ്രവേശന കവാടം കടന്നാൽ തകർന്നു കിടക്കുന്ന റോഡിലൂടെ വേണം രോഗികൾ വാഹനത്തിലും കാൽനടയായും ആശുപത്രിക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ. ദിനംപ്രതി നൂറുകണക്കിന് രോഗികൾ എത്തുന്ന ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പ്രധാന സർക്കാർ ആശുപത്രിയിലാണ് ഈ ദുരവസ്ഥ. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡിൽ മഴ പെയ്ത് വെള്ളം കൂടി നിറയുന്നതോടെ കാൽനട യാത്രക്കാർ അടക്കമുള്ള രോഗികളാണ് വലയുന്നത്. ആശുപത്രിക്കുള്ളിലെ റോഡുകൾ ശോചനീയ അവസ്ഥയിലാണെന്നും വിഷയത്തിൽ നഗരസഭാ ചെയർമാൻ അധ്യക്ഷനായ HMC കമ്മിറ്റി അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നഗരസഭാ കൗൺസിലറായ ജാഫർ സാദിഖ് പറഞ്ഞു. പ്രധാനമായിട്ടും ഉള്ള പ്രശ്നം മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിൽ വരുന്ന ആശുപത്രിയാണ് മൂവാറ്റുപുഴ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി. വളരെ കാലങ്ങളായിട്ട് ഏതാണ്ട് 5 കൊല്ലമായിട്ട് ഈ ആശുപത്രിയുടെ പുറം പ്രദേശത്തുള്ള റോഡുകളും എല്ലാം ആശുപത്രിക്കുള്ളിലുള്ള റോഡുകളും എല്ലാം കുണ്ടും കുഴിയുമായിട്ട് വളരെ മോശമായിട്ട് ശോചനീയാവസ്ഥ നേരിടുകയാണ്. ഇവിടെ HMC കമ്മിറ്റി ഉണ്ട്. HMC കമ്മിറ്റി നിയന്ത്രിക്കുന്നത് ബഹുമാനപ്പെട്ട മൂവാറ്റുപുഴ നഗരസഭയുടെ അധ്യക്ഷനായിട്ടുള്ള ചെയർമാനാണ്. ഈ കമ്മിറ്റിയിൽ MLAയും MP യും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവരുടെ ശ്രദ്ധ ഈ സർക്കാർ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ള പരാതിയാണ് പൊതുവെ ജനത്തിന് ഉള്ളത്. വളരെ അനേകം ഫണ്ട് സംസ്ഥാന സർക്കാർ വാർഷിക പദ്ധതിയിലൊക്കെ പെടുത്തി നൽകുന്നു എന്നുള്ളത് സത്യമായ കാര്യമാണ്. പക്ഷേ ആ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഈ റോഡിലെ കുണ്ടും കുഴിയും ഒക്കെ നന്നാക്കുവാനുള്ള ഒരു പ്രവർത്തനം നഗരസഭ നേരിട്ട് നടത്തുന്നില്ല, യാതൊന്നും ചെയ്യുന്നില്ല. വർഷങ്ങളായിട്ട് ഒട്ടനേകം ആളുകൾ, ആയിരങ്ങൾ സഞ്ചരിക്കുന്ന ഒരു റോഡാണ് ഹോസ്പിറ്റലിന് ഉള്ളിലുള്ള ഈ റോഡ്. മോർച്ചറിയുടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള സ്ഥിതിയാണ് ഉള്ളത്. നഗരസഭാ അധികൃതർ എന്താണ് ഇതിന് മേൽനോട്ടം കൊടുക്കാത്തതെന്ന് ചോദിച്ചാൽ അവർക്ക് വളരെ രീതിയിലുള്ള അസഹിഷ്ണുതയാണ് ഈ പറയുന്ന ഹോസ്പിറ്റലുള്ളത്. വർഷങ്ങളായി റോഡ് തകർന്നു കിടക്കുന്ന അവസ്ഥയിലാണ്. ആംബുലൻസ് അടക്കം വരുന്ന റോഡ് ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ഇവിടെ എത്തുന്ന രോഗികൾ അടക്കമുള്ളവരുടെ ആവശ്യം. AKCA വാഹന പ്രചരണ ജാഥയ്ക്ക് 26-ന് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകും. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കേറ്ററിംഗ് സ്ഥാപനങ്ങൾക്കും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും എതിരെയാണ് സമരം. ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ ഭാഗമായുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് 26-ന് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകും. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കേറ്ററിംഗ് സ്ഥാപനങ്ങൾക്കും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനുമെതിരെ ജൂലൈ 8-ന് നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ ഭാഗമായാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നതെന്ന് AKCA മൂവാറ്റുപുഴ മേഖലാ പ്രസിഡന്റ് ബിജു N ജേക്കബ്, സെക്രട്ടറി സാബു ഇട്ടിയവിര, ജോബിഷ് ജോർജ്, ഷമീർ ബിസ്മില്ല, ബിനോയ് മന്ന എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെറുകിട സംരംഭകരും തൊഴിലാളികളും വളരെയധികം പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മേഖലയെ ഏറ്റവും പ്രതിസന്ധമായി ബാധിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവാണ്. അതായത് നമ്മുടെ മാർക്കറ്റുകളിൽ വില കൂട്ടുന്നതിന് വേണ്ടി സാധനങ്ങൾ പൂഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു സമ്പ്രദായം ഇപ്പോഴും നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമ്പ്രദായത്തെ നിയന്ത്രിക്കേണ്ടത് സിവിൽ സപ്ലൈയൊക്കെയാണ് ഇതിൻ്റെ ചാർജ്. ഇവരെ സുഗമമായിട്ട് ജനങ്ങളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിൽ ഒരു സംവിധാനമാണ്
സിവിൽ സപ്ലൈകോ. അപ്പം അതുകൂടാതെ തന്നെ പുറം രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കും അവിടുന്ന് കേരളത്തിലേക്കും തൊഴിലാളികൾ വരികയും അവരുടെ ആദ്യം അവരുടെ പരീക്ഷണാർത്ഥം തുടങ്ങുന്ന ഒരു സമ്പ്രദായം എന്ന് പറയുന്നത് കാറ്ററിംഗ് ആണ്. ആ കാറ്ററിങ്ങിൽ അവർ വാങ്ങാൻ ആഗ്രഹിക്കും. ആ സമയത്ത് നമ്മുടെ ഗവൺമെൻറ് സ്റ്റാർട്ടപ്പ് എന്ന നിലയിൽ ഒരു പലിശ രഹിത തുക കൊടുക്കുകയും നെഞ്ചോട് ചേർത്ത് വയ്ക്കുകയും ചെയ്യണം എന്ന് ഞാൻ ഊന്നിപ്പറയുകയാണ് ഈ അവസരത്തിൽ. ലക്ഷക്കണക്കിന് തൊഴിലാളികളുള്ള കേറ്ററിംഗ് മേഖലയെ അനിയന്ത്രിതമായ വിലക്കയറ്റം പ്രതിസന്ധിയിലാക്കിയെന്നും എല്ലാ ലൈസൻസുകളും നിബന്ധനകളും പാലിച്ച കേറ്ററിംഗ് സർവീസ് നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്ന വ്യാജ കേറ്ററിംഗ് സ്ഥാപനങ്ങൾ ഭീഷണിയാകുന്നുവെന്നും AKPA ഭാരവാഹികൾ പറഞ്ഞു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മഞ്ഞളൂർ പഞ്ചായത്തിൽ ഓണക്കനി നിറപ്പൊലിമയ്ക്ക് തുടക്കമായി. മഞ്ഞളൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ഓണക്കനി നിറപ്പൊലിമയുടെ CDS തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ തങ്കമണി ജോർജ് അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് UDF വിജയത്തിൽ മൂവാറ്റുപുഴയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർമാൻ PP എൽദോസ് യോഗം ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തെ തുടർന്ന് മൂവാറ്റുപുഴ ടൗണിൽ UDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം BOCയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ PP എൽദോസ് ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 9 വർഷമായി നമ്മുടെ സംസ്ഥാനത്ത് രാഷ്ട്രീയ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിലംപരിശായി അമ്പേ പരാജയപ്പെട്ട് നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. കേരളത്തിലെ ജനവിരുദ്ധ സർക്കാരിനെതിരെയുള്ള ഒരു പോരാട്ടം എന്ന നിലയിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ തേരോട്ടം വൻ വിജയത്തിലെത്തിക്കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ സംസ്ഥാനത്തെ രാഷ്ട്രീയ അധികാരം വിട്ടൊഴിഞ്ഞ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ കളമൊരുക്കണമെന്നാണ് ഐക്യ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെടാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. രാഷ്ട്രീയപരമായ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഈ ഗവൺമെന്റ് ജനവിരുദ്ധ ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റ് തൊഴിലാളി വിരുദ്ധ ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റ് കർഷക വിരുദ്ധ ഗവൺമെന്റാണ്. അങ്ങനെ ജനവിരുദ്ധ ഗവൺമെന്റിനെ പുറത്താക്കാനുള്ള പോരാട്ടത്തിന് ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുമ്പോൾ ഈ പ്രദേശത്തെ തലവരായ ജനാധിപത്യ വിശ്വാസികൾ ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പമുണ്ടാകണം എന്നറിയിച്ചുകൊണ്ട് UDF നിയോജക മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് KM സലീം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PA ബഷീർ, മുഹമ്മദ് റഫീഖ്, എൽദോ ബാബു വട്ടക്കാവൻ, KK സുബേർ, VE നാസർ, OK ജോർജ്, സാബു P വാഴേൽ, KP ജോയ്, അഡ്വക്കേറ്റ് എൽദോസ് പോൾ, അഡ്വക്കേറ്റ് ഉദയകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പേഴ്ക്കേപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അറബിക് ഭാഷാ ക്ലബിന്റെ ഉദ്ഘാടനം നടത്തി. ജില്ലാ മുസ്ലിം എഡ്യൂക്കേഷൻ ഇൻസ്പെക്ടർ ഷറഫുദ്ദീൻ T ഉദ്ഘാടനം ചെയ്തു. പേഴ്ക്കേപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആലിഫ് അറബിക് ഭാഷാ ക്ലബിന്റെ ഉദ്ഘാടനം നടത്തി. ജില്ലാ മുസ്ലിം എഡ്യൂക്കേഷൻ ഇൻസ്പെക്ടർ ഷറഫുദ്ദീൻ T ഉദ്ഘാടനം നിർവഹിച്ചു. എന്തിനാണ് നമ്മൾ ഭാഷ പഠിക്കുന്നത് എന്ന് മക്കൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരോട് ചോദിക്കും കേട്ടോ. 2 ചോദ്യം മക്കളോട് ചോദിക്കുള്ളൂ. എന്താണ് നമ്മൾ ഭാഷ പഠിക്കുന്നത്? ഭാഷ കുറയല്ലേ? ഏതൊക്കെ ഭാഷ ഉണ്ട്? അറബി ഉണ്ട്, കുറേ ഭാഷകളുണ്ട്. ഭാഷകൾ എന്തിനറിയോ? 2 തരം കാര്യങ്ങൾക്കാണ് ഭാഷ പഠിക്കുന്നത്. PTA പ്രസിഡന്റ് ഹസീന ആസിഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെഡ് മിസ്സസ് സഫീന A സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അറബിക് അക്കാദമിക് സെക്രട്ടറി കബീർ PA മുഖ്യപ്രഭാഷണം നടത്തി. ആരിഫ് ക്ലബിന്റെ 1 വർഷത്തെ പ്രവർത്തന പദ്ധതി ഖദീജ ബീവി KM വിശദീകരിച്ചു. ക്ലബിന്റെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് അറബി കഥ പറയൽ, കവിതാലാപനം, സംഘഗാനം എന്നിവ സംഘടിപ്പിച്ചു. ആലിഫ് ക്ലബിന്റെ നേതൃത്വത്തിൽ മെഹന്തി ഫെസ്റ്റ്, അറബിക് ദിനാചരണങ്ങൾ, സ്കൂൾ അറബി കലോത്സവ പരിശീലനങ്ങൾ, അറബിക് ഫെസ്റ്റ്, അറബിക് കാലിയോഗ്രഫി പ്രദർശനം തുടങ്ങിയ വിവിധ പരിപാടികൾ വിദ്യാലയത്തിൽ നടന്നുവരുന്നു. റഹ്മത്ത് PM, സബിത PE, ഗീതു G നായർ, നൌഫൽ KM എന്നിവർ പ്രസംഗിച്ചു. അറബി അധ്യാപകരായ ആര്യ S, ഡെനീറ്റ ഡേവിഡ്, ജിബ്ന TJ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി.
ബസേലിയസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. നവാഗതരായ വിദ്യാർത്ഥികൾക്ക് ഉജ്ജ്വല സ്വീകരണം ഒരുക്കി മൂവാറ്റുപുഴ നിർമ്മല കോളേജ്. PG കോഴ്സുകളിൽ അഡ്മിഷൻ നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ചന്ദനത്തൈകൾ നൽകിയാണ് വരവേറ്റത്. 2025 അധ്യയന വർഷത്തിൽ വിവിധ PG കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടത്തി. ഐക്യരാഷ്ട്ര സംഘടന ഉയർത്തിപ്പിടിക്കുന്ന സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനും അവ സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടി ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമിൽ അഡ്മിഷൻ നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ചന്ദനത്തൈകൾ നൽകിയാണ് അധ്യാപകർ വിദ്യാർത്ഥികളെ വരവേറ്റത്. ദീക്ഷാരം എന്ന പേരിൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി മഹാത്മാഗാന്ധി സർവകലാശാല പ്രൊഫസർ MH ഇല്ലിയാസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലോകോത്തര നിലവാരമുള്ളതാണെന്നും അഭിരുചിക്കനുസരിച്ച് ശരിയായ കോഴ്സുകൾ തിരഞ്ഞെടുത്താൽ വിദേശ രാജ്യങ്ങളിൽ പോയി വഞ്ചിതരാകാതെ ഉയർന്ന ജോലി കരസ്ഥമാക്കാമെന്നും പ്രൊഫസർ MH ഇല്ലിയാസ് പറഞ്ഞു. കേരളത്തിൽ ഇന്ന് നമുക്കൊക്കെ രണ്ട് തരത്തിൽ, അതായത് ഗുണകരമായും ദോഷകരമായും ബാധിക്കുന്ന ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് കുട്ടികളുടെ പുറത്തേക്കുള്ള ഒഴുക്കാണ്. ഈ പുറത്തേക്കുള്ള ഒഴുക്ക് എന്ന് പറയുന്നത് നമ്മൾ പല രീതിയിൽ കാണുന്നവരുണ്ട്. നന്നായി കാണുന്നവരുണ്ട്, മോശമായി കാണുന്നവരുണ്ട്. പക്ഷേ ഈ ഒഴുക്കിൻ്റെ പിന്നിൽ എന്താണ്? എന്തുകൊണ്ട് കുട്ടികൾ പുറത്തു പോകുന്നു? എന്തുകൊണ്ട്? ഇപ്പോൾ നിർമ്മല കോളേജ് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പുറത്തേക്ക് പോകുന്ന കുട്ടികൾ ഇതിനേക്കാളും വളരെ 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 താഴ്ന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കാണ് പഠിക്കാൻ പോകുന്നത്. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു കേരളത്തിൽ പുറത്തോട്ട് പോകുന്ന വിദ്യാർത്ഥികൾ പുറത്തേക്ക് മറ്റ് വിദേശ സർവകലാശാലകളിൽ പഠിക്കാൻ, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള മറ്റ് സർവകലാശാലയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളിൽ എത്ര ശതമാനം പേര് ശരിയായ രീതിയിൽ ലീഡ് ചെയ്യപ്പെടുന്നുണ്ട്? അവർ പോകുന്ന സ്ഥലങ്ങളെല്ലാം മെച്ചപ്പെട്ട സ്ഥലങ്ങളാണോ? അല്ല, തീർച്ചയായിട്ടും ഒരു 10-20% ആളുകൾ മാത്രമേ കേരളത്തിൽ നിന്ന് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്തിച്ചേരുന്നുള്ളൂ. ബാക്കിയൊക്കെ നമുക്കറിയാം, മൂവാറ്റുപുഴയിലോ എറണാകുളത്തോ കോട്ടയത്തോ ഇരിക്കുന്ന ഏജന്റുമാർ നിശ്ചയിക്കുന്ന ചില സ്ഥലങ്ങളിലേക്കാണ് എത്തിപ്പെടുന്നത്. ഇതൊക്കെ നിർമ്മല കോളേജിനേക്കാളും അല്ലെങ്കിൽ തൊട്ടടുത്ത ന്യൂമാൻ കോളേജിനേക്കാളും മരേസ് കോളേജിനേക്കാളൊക്കെ എത്രയോ പിന്നിലായിട്ടുള്ള കോളേജാണ്. To hand over the sandalwood sapling. The sapling also symbolizes environmental stewardship. കോതമംഗലം രൂപത ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി ഫാദർ പോൾ പാറത്താഴം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ്, ബർസാർ ഫാദർ പോൾ കളത്തൂർ, വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ സോണി കുര്യാക്കോസ്, ഡോക്ടർ ജിജി കെ ജോസഫ്, അഡ്മിഷൻ നോഡൽ ഓഫീസർ മാത്യൂസ് കെ മനയാനി എന്നിവർ പ്രസംഗിച്ചു. വിതരണം ചെയ്ത ചന്ദനത്തൈകൾ വിദ്യാർത്ഥികളുടെയും അധ്യാപകരും ചേർന്ന് വകുപ്പടിസ്ഥാനത്തിൽ ക്യാമ്പസിന്റെ വിവിധ ഇടങ്ങളിൽ ചന്ദനോദ്യാനം നിർമ്മിക്കും. വിവിധ PG പ്രോഗ്രാമുകളിലായി 200-ൽ പരം വിദ്യാർത്ഥികളാണ് കോളേജിൽ പ്രവേശനം നേടിയത്. 2 ദിവസങ്ങളായി നടക്കുന്ന ദീക്ഷാരംഭിൽ കരിക്കുലം അവതരണം, പൂർവ്വ വിദ്യാർത്ഥികളുമായി സംവാദം, കരിയർ ഓറിയന്റേഷൻ, വിവിധ ട്രെയിനിംഗ് പ്രോഗ്രാമുകൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുടവൂർ കുന്നുംപുറത്ത് ശാന്താക്കുട്ടപ്പൻ നിര്യാതയായി. സംസ്കാരം നടത്തി മക്കൾ വിജയ, വിനോദ്, മരുമകൾ രാജി. KM George Memorial School of Fashion Designing and Garment Technology. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.